ആ കാലെല്ലാം പോയില്ലോ വി. നിന്റെ കാര്യം നീ എന്നെ നോക്കണം. ഈ ഒറ്റപ്പെടൽ പറഞ്ഞാല് ചില്ലറ കാര്യമൊന്നുമല്ല. അല്ല, നിന്റെ പിള്ളേർ അത്ര മോശക്കാരെന്ന് ഞാൻ പറയുന്നില്ല. പ്രായം പക്വതെല്ലാം ആകുമ്പോ അവരവരെ കാര്യം നോക്കിയിട്ട് കുണ്ടിയിലെ പൊടി തട്ടിട്ട് പോകും. നിനക്ക് നീ മാത്രമേ ഉണ്ടാവും. അവര് പോട്ടെ എന്തേട്ടാ, പക്ഷെ അവർക്കൊരു ആവശ്യം വരുമ്പോ എന്റെ അടുത്തേക്കല്ലേ വരുന്നത്. നിനക്കൊരാവശ്യം വരുമ്പോ അവരുണ്ടാവും. അങ്ങനെയൊക്കെ ചിന്തിച്ച ഞാനെന്ത് മനുഷ്യനാന്ന് എന്തേട്ടാ. ഓ, നന്മയുള്ള ലോകമേ. ചുമക്കണ്ട, അത് മുടങ്ങി. ഇനി നാട് മൊത്തം പാടിക്കോ. നീ എന്തിന്റെ എന്നോട് ചാടിക്കറുന്ന? ശരിക്കും നിങ്ങളുടെ ഇളയമ്മയാന്ന? നിനക്കെന്താ സംശയം? നിന്റെ അമ്മ ചത്തിട്ട് 16 കൊല്ലം കഴിഞ്ഞിട്ടും നിനക്ക് ഞാൻ ജീവിതത്തിൽ തകരാറൊന്നും കാണിച്ചിട്ടില്ല. ഈ കാണിക്കുന്നതൊന്നും തകരാറല്ലേ? നിന്നെ ഞാൻ നോക്കിയിട്ടേടാ. ഞാൻ നിങ്ങളെ നോക്കിയിട്ടില്ല. ആ, ഇനി നോക്കാലാ. ഇനി എത്ര കാലം നോക്കാൻ? നീ ചത്തിച്ചേ ഞാൻ ചാവും. നിന്റെ ജാതകത്തിൽ ഇപ്പൊ കല്യാണം നടന്നിട്ടെങ്കിൽ ഇനി 45 കഴിഞ്ഞിട്ടേ ഇല്ലു. അതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാം. അതെ, ഈ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ മുടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ പൂമാല പോതി ഞാൻ കേൾക്കുന്നു. ഈ ചെക്കെന്ന് പറയുന്നത് എടാ പറഞ്ഞിട്ട് വേടാ. നിങ്ങൾ നേരത്തെ എന്തിനാ ചുമച്ച്? എനിക്ക് ചുമച്ചുവിടാ. എന്നെ കളിയാക്കാനല്ലേ നിങ്ങൾ ചുമച്ച്? വന്നല്ലേ? ആ വന്നു. ചാൻസേ ഇല്ലടാ. നിങ്ങൾ ഇവിടുത്തെ ഡാർക്ക് നീ ഓനോട് പറയടാ. നീ എപ്പോ വന്നെ? നേരത്തെ വന്നു, ഇപ്പം വന്നു. എന്താ നിങ്ങൾ കല്യാണം ഉറപ്പിച്ച? നീ പറ. നിങ്ങൾ വന്നേ പറയാം. എടാ പറഞ്ഞിട്ട് പോ. പറഞ്ഞോ? നമ്മള് ബിബീഷ് ബാലിന്റെ കല്യാണം ഉറപ്പിച്ചു. ഇന്നലെയാന്ന് തോന്നുന്നു. അതല്ല, അത് നല്ല കാര്യല്ലേ. അതിന് നിനക്കെന്താ? നിങ്ങൾ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഓന് ചെയ്യാവോ? അതുപോട്ടെ, ക്ലബിലെ മെമ്പേഴ്സായി നമ്മ ഇത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ? അത് ശരിയാവുന്നല്ലോ. ആ, അവന്മാരൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? ക്ലബില്. നമ്മളെ സംവിധായകനോ? കിരണോ? ഓനിപ്പോ ഏതെങ്കിലും ചാനലിൽ ഇന്റർവ്യൂ. കിരൺ ബാബു നെല്ലിയത് വലിയൊരു താരനിര. ഏറെക്കാലത്തിന് ശേഷം ബോക്സ് ഓഫീസ് വിജയവും അതുപോലെ നിരൂപക പ്രശംസയും ഏറ്റുവാങ്ങിയൊരു ചിത്രം. ഒരു ഡ്രീം സ്റ്റാർട്ട് അല്ലേ? സനീഷ് സ്വപ്നങ്ങളെ എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഞാൻ ഒറ്റയ്ക്കും ഒരുമിച്ചും സ്വപ്നം കണ്ടിട്ടുണ്ട്. കുറേ ആളുകളിൽ ചിലരിപ്പോഴും ഉണ്ട്, ചിലർ പോയി. പക്ഷെ പോകുമ്പോൾ സ്വപ്നങ്ങളെ കൂടെ കൊണ്ടുപോകാറില്ല. ഈ നിർത്തിയ സ്വപ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കളുടെ സിനിമ കണ്ടിട്ട് ശ്രീ മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. ഹാപ്പൻ ടു വാച്ച് പള്ളിമണിയും പേമാരിയും ഡയറക്റ്റഡ് ബൈ മിസ്റ്റർ കിരൺ ബാബു നെല്ലിയത്. I really don't have words. All I have to say is dum 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 dundubinadam nadam nadam. Dum 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 dundubinadam nadam nadam. സനീഷ്, some technical issues. എടാ ബഗഡെ ഒന്ന് ഇടിച്ച് പുറത്തേക്ക് വന്നേ. സനീഷ്, എടാ ആദ്യം ഒരു സിനിമയെങ്കിലും ചെയ്തിട്ട് ഇന്റർവ്യൂ ഉണ്ടാക്ക്. ഒരു കാര്യമുണ്ട്, നീ എനിക്ക് വന്നേ. നിനക്കൊന്നും ഉറക്കില്ല ചങ്ങായി. എടാ ഉച്ച ആവാനായി, നീ എനിക്ക് വന്നേ. ഞാൻ പുറത്തുണ്ട്. എന്നാന്ന്? എടാ ഓന്ത് വിഭീഷണ കല്യാണം ഉറപ്പിച്ചെന്ന്. ഏത് നമ്മളെ വിഭീഷിന്റെ? നമ്മ അറിയാണ്ട. നീ എനിക്ക് പുറത്തേക്ക് വന്നേ. നിനക്ക് ഞാൻ വരുന്നു. ഒന്ന് വേഗം വാചങ്ങായി. എത്ര നേരം കാത്തുക്കുന്നു? ഡെയിലി ഒരേ സ്വപ്നല്ലേ? അങ്ങനെയാണ് കാണുമ്പോൾ എനിക്ക് വിചാരിച്ചൂടെ അത് സ്വപ്നാന്ന്? എടാ, ഇൻസെപ്ഷൻ എന്നും പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ ഡിക്കാപ്രിയോ സ്വപ്നമാണോ സത്യമാണോ അറിയാൻ വേണ്ടിട്ട് ഒരു പമ്പരം എടുത്ത് തിരിക്കും. പമ്പരം തിരിഞ്ഞോണ്ടിരുന്ന സ്വപ്നം, പമ്പരം വീണാൽ ഒറിജിനൽ. അടുത്ത പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യണം. അതടക്കട്ടെ, നീ കയറി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആടാ ബിബീഷ് പട്ടി, നീ വണ്ടി വിട്, ക്ലബിലേക്ക് വണ്ടി വിട്. സീൻ ക്ലബ്. ഇത്ര മാത്രം ചർച്ചിക്കാനൊന്നുമില്ല. ഓന്റെ കല്യാണം ഉറപ്പിച്ചു, നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പുറത്തെ ഈ നാട്ടിൽ നടക്കുന്ന കല്യാണം വരെ സുമലതയിൽ പറയും ഉറപ്പിച്ച ഉടനെ. അല്ലേ? ഇതിപ്പോ കൂട്ടത്തിലോടത്തിനാണ്. അല്ല, നമ്മ അറിയാണ്ട് നടത്താനും ഉറപ്പിക്കാനും മാത്രം എന്ത് സീക്രട്ട് ഇല്ലല്ലെന്ന് അറിയണല്ലോ. നമ്മൾ നേരെ പോകുന്നു, ചോദിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ കുത്തിനു പിടിക്കും. നടക്കുന്ന കേസ് പറ. പിടിച്ച ഉടനെ തള്ളി കൊണ്ട് തരും. ഓനാരാ മുതലി? വെറുതെ നെഗറ്റീവ് അടിപ്പിക്കല്ലേ അമലെ. അല്ല, നമ്മളോട് പറയാത്ത വിട്. പവിയേട്ടനോടെങ്കിലും ഒരു കാര്യം പറയാറുണ്ടല്ലോ. ആ, പവിയേട്ടന് ഇതിലൊരു റോളുമില്ലേ? പവിയേട്ടനോട് എന്താ പറയാത്തത്? അല്ല, ഓൻ പറയാത്തത് തെറ്റ് തന്നെയാന്ന്. ആന്ന്. പക്ഷെ ഇതൊക്കെ ഓരോരുത്തർക്ക് തോന്നി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. എന്നിട്ട് തോന്നിയില്ലല്ലേ? പിന്നെ ഓന്റെ ഫാമിലിന്റെ കാര്യം വന്നു, അതും നമ്മ നോക്കണല്ലോ. എന്റെ പവിയേട്ട. ഗൈസ്, ഓൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേരറിയണ്ടേ? അറിഞ്ഞോളാം. എന്നാ റെസ്റ്റ് എടുക്കാണ്ട് വാ ചോദിക്കാം. ഓക്കെ പവിയേട്ടാ. ഇല്ലടാ, നിങ്ങൾ പോയിട്ട് വാ.
എനിക്ക് ഇച്ചിരി പരിപാടിയുണ്ട്. നല്ല തിരക്കാന്ന്. പവിയേട്ടാ നിങ്ങളില്ലാണ്ട് എന്ത്? നമുക്ക് പോയിട്ട് പെട്ടെന്ന് പറയുന്നത്. ഹലോ. ഹലോ പവിയേട്ടനല്ലേ? ആ അതെ. ഞാൻ സുജിനയാണ്. ആ പറയ്. നിങ്ങൾ തിരക്കില്ല? ഒരു തിരക്കൂല. പിന്നില്ലേ ഒന്ന് കാണാൻ പറ്റുവാ? ആ കാണാല. ഞാൻ പാലത്തിന്റെ അടുത്തേക്ക് വരുവാ. ആ വരാ. ശരി. എടാ നിന്ന് പോയിട്ടോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങൾ വരുന്നില്ലേ വരണ്ട, നമ്മ ചോദിക്കും. സുമലതയിലെ പിള്ളേരെ അറിയാണ്ട് ഒരുത്തനും കെട്ടണ്ട. വാ ഗൈസ്. ആ ബൈക്ക് അകത്തേക്ക് എടുത്തൂടെ? മമ്മ വയലണ്ടായ ബൈക്ക് എടുത്തോണ്ട് ഓടേണ്ടി വരും. പുറത്താ സേഫ്. മാസ് കാണിച്ച് ചവിട്ടി തുറക്കാൻ നോക്കണ്ട, ഗേറ്റിന്റെ നടുക്കട്ടമില്ല. ആരും കണ്ടില്ല. കമാൺ. ഹായ് മമ്മ. ഓനെ കളിക്കാനൊന്നും വിടൂലേ? ആ ദാ. മമ്മ സോഫ്റ്റ് ആയിട്ട്. എടാ ഓ മേലെ ഉണ്ടാ? മോളുണ്ട് പോയിട്ടാ. പിന്നെ ഞാനാ പറഞ്ഞൊന്നും പറഞ്ഞേക്കല്ലേ കായി, സംഭവം സീക്രട്ടാ. ഒറ്റില്ല. അങ്ങക്കുള്ള പൊളിക്കത്. കിരാനോ സച്ചിൻ. കിരാ ഈ ബബീഷിനെന്താ ബിബീഷിനോട് എത്ര ദേഷ്യം? ഏട്ടന് പാര വെക്കാത്ത അനിയന്മാരിൽ ഏതെങ്കിലും വീടുണ്ടാ? എന്റെ അറിവിലില്ല. മമ്മ ഞാൻ വരാം മമ്മ കഴിക്കാൻ. കഴിപ്പിക്കടാ. മമ്മ പ്ലീസ് ഗിവ് മീ സം പ്രൈവസി മമ്മ. ആഞ്ഞുമുട്ട്. മമ്മ ഞാൻ വരുന്നത് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ വാവേ. വാവേ അത് എന്റെ ഫ്രണ്ട് അല്ലല്ല അതല്ല വരാനല്ല, വാവ സുരേഷ്. വെലിസിന്റെ വീട്ടിലെ ഒരു പാമ്പ് കയറി, നൈസ് സ്മോൾ ചേര. അങ്ങനെ അല്ല നിങ്ങൾ എന്താ ഇടാ ടൂർണമെന്റ് ഉണ്ടാ? നമ്മെ ഒരു മലമ്പാമ്പിനെ പിടിക്കാൻ വന്നേന്ന്. അതെയാ ഏത് മലമ്പാമ്പ് ഏടാ? കഴിഞ്ഞ ദിവസം നിന്നൊരു പെണ്ണിട്ടിട്ട് പോയപ്പോ ഈ തോളിക്കടന്ന് നീ ഉളുപ്പില്ലാണ്ട് കരഞ്ഞു. ഞാൻ അടിക്കാൻ വെച്ചിരുന്ന അവസാനത്തെ ബൈക്ക് നീ അടിച്ചിട്ട് എന്റെ ഷർട്ട് തന്നെ വാള് വെച്ചു. ഞങ്ങളോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ല പിന്നെ ഞങ്ങളോട് രണ്ടാളോടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് പോട്ടെ, മിനിമം അബേട്ടിനോടും പവേട്ടിനോടെങ്കിലും നീ പറയണായിരുന്നു. ഒന്നിലെ ഓരോ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കണ്ടോ? കറക്റ്റ്. നിങ്ങന്ന് എന്നോ അറിഞ്ഞ പോലെ സംസാരിക്കുന്നു. അറിഞ്ഞു, കൂടുതൽ അറിയാനാന്ന് വന്നത്. പട്ടി ഇവിടെ 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 നോക്ക്, മോത്ത് നോക്കി സംസാരിക്കും. പറയണല്ലേ? പവിയേട്ടാ പറഞ്ഞോ. ഒരു കല്യാണം മുടക്കി തരൂ. ആരുടെ? എന്തിന്? എന്റെ അനിയത്തിന്റെ. സ്വന്തല്ലാണ്ട് ഞാൻ മുടക്കാൻ പറയോ? അല്ല എനിക്ക് അങ്ങോട്ട് തിരിയുന്നില്ല. ഓക്ക് കുറച്ചായിട്ട് ഒരു ഇഷ്ടമുണ്ട്. പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഒരു ആലോചന വന്നിന്. അച്ഛൻ ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. ഞാൻ എന്റെ ഓരോ കല്യാണം മുടക്കുമ്പോൾ ഓക്കാണ് ആശ്വാസം. ഈ കല്യാണം മുടക്കലെല്ലാം മോശല്ലേ? നമ്മൾ തന്നെ എല്ലാം തീരുമാനിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടിലെ ആണുങ്ങൾ ചെയ്യുന്നത് മോശമല്ലേ? അല്ലേ? അത് ശരിയാണ്. പക്ഷെ എന്നാലും ഈ സൊസൈറ്റിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്തതെന്നാണ് എൻ്റെ ഒരു തിയറി. ഏത് പാൽ സൊസൈറ്റി? പാൽ സൊസൈറ്റി അല്ല, നമ്മളെ സൊസൈറ്റി. എല്ലാരും ഇല്ല, അവിടെ ഇത് മോശമല്ലേന്ന്. അതിലോളുവനും ഞാനൊന്നും പെടൂലേ? പെടും. നിങ്ങ പെടൂലേ? പെടും. അത് ഞാനത് മുടക്കിയാലും പെടുമല്ല. അല്ല, നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹവും ഇല്ലേ? അതിപ്പോ ആരെ കല്യാണം കഴിക്കണു? നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? അല്ല, അതിപ്പോ മുടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. അതിപ്പോ അല്ലെങ്കിലും സുചിയുടെ സഹായം ചോദിച്ചാൽ നമ്മൾ ചെയ്തിരില്ലേ? ഈ സ്നേഹത്തിന് ഒരർത്ഥം മാത്രമല്ലല്ലോ. എനിക്ക് നിങ്ങളോട് ഇപ്പൊ ഇല്ലതിന് ഒരർത്ഥയില്ലൂ. പക്ഷെ അത് നടക്കണമെങ്കിൽ എനിക്ക് ഓളെ കാര്യത്തിൽ ഒരു സമാധാനം വേണം. ഓളെ പ്രേമം നടത്തി കൊടുക്കണം. കാര്യായിട്ടാ? ഇനിയും പ്രായം കൂടിയാ പ്രേമിക്കാൻ ഒരുപാട് സമയം പോവും. അതുകൊണ്ട് ഒരു വഴി ഉണ്ടാക്ക്. ബാക്കിയെല്ലാം മാറ്റിയേ. എനിക്കിതുവരെ ഒരു യുഗ്മഗാനം പാടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. സുജി, ക്യാൻ യു പ്ലീസ് ജോയിൻ മീ? പിള്ളേരുടെ അടുത്ത് നിട്ടിയായിരിക്കും അല്ലേ? എടാ പവിയേ, വെളിച്ചെണ്ണ തീർന്നു. ഉച്ചക്ക് പപ്പടം കൂട്ടിട്ട് ഞണ്ണെങ്കിലും വേഗം വെളിച്ചെണ്ണ
ആൾക്കാരെല്ലാം വന്നു തുടങ്ങി, ഞാനൊന്ന് പോന്നേ. ശരി. സുജി, അനിയത്തിയുടെ പേരെന്തെന്ന് പറഞ്ഞ? പറയാണ്ട് നമ്മ വിടൂല ബിബീഷേ. ആക്ച്വലി ഏത് സൈഡിൽ നിന്നാ പാര വരുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് രഹസ്യമാക്കി വെച്ചിനി. എന്തോടായിപ്പണ്ട അഭിയേട്ടാ, അല്ലാണ്ട് വെറുതെ ഇവനിങ്ങനൊന്നും ചെയ്യില്ല. എന്തുടായിപ്പ്? വെൽ ആക്ച്വലി ഞാനും ഓള് ഒരുമിച്ച് നിങ്ങളടുത്ത് പറയാൻ നിൽക്കായിരുന്നു. ഈ ഓക്ക് പേരില്ലേ? ഉണ്ട്. എന്നാ മൊഴി? നിങ്ങ അറിയും. ചന്ദ്രിക. ഏത് നമ്മുടെ എയ്യനാട് ഹോട്ടലിലെടുത്തുന്ന രവിയേട്ടന്റെ ഓളന്നെ ചന്ദ്രിക രവീന്ദ്രൻ. ഹാപ്പി ആയില്ലേ? അഭിയേട്ട് എല്ലാം തിന്നണേ ബ്ലാക്കി. എന്തെന്ന്? എന്ത് തിന്നാ? നായി മാടായിക്ക് പോയ പോലെ തിരിച്ചു വന്നിനി. ഓർത്തറ വിളിച്ചണ പിന്നെ ഞാൻ പാട്ടും പാടി നടത്തണം. വിചാരിച്ചാലും നിനക്ക് പാടാൻ കഴിയില്ലല്ല. എന്തോ ഉണ്ടല്ലോ. അതെ, മനുഷ്യനാവുമ്പോ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലായിടത്തും വിളമ്പാൻ പറ്റൂല. സത്യം പറയടാ, ആ പിള്ളേർ നിന്നെ അടിച്ചിനാ? നിങ്ങളെ പൂട്ടാനുള്ള വഴി ഞാൻ കണ്ടുവച്ചു. ഏതായാലും മംഗലം കഴിക്കുന്ന കാര്യമല്ലല്ലോ. ആണെങ്കിലാ നിനക്ക് പെണ്ണ് കിട്ടുന്നതും കോയിക്ക് മല. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. വെറുതെ അല്ലേ ഇളയപ്പോ നേരത്തെ നാട് വിട്ടു പോയത്. നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ്. അപ്പൊ നിന്റെ അച്ഛൻ അത് ഉണ്ടായിട്ടേ ഉണ്ടാവൂലല്ലോ. ഞാൻ തോറ്റു പോരെ. അതിനല്ലോ എപ്പോഴും തോക്കലല്ലേ. വെളിച്ചെണ്ണ കിട്ടിയില്ലേ? പപ്പടം കാച്ചു. എനക്ക് വിശക്കും. അത് പറയാൻ മറന്നു. പപ്പടം കഴിഞ്ഞു. അബേട്ടാ എണീക്കാ ബേട്ടാ. എന്തെങ്കിലും ഒന്ന് പറയാ ബേട്ടാ, സ്പീക്കപ്പ്. അബേട്ടാ ഞാൻ മൊത്തത്തിലൊന്ന് ബ്രീഫ് ചെയ്തുതരാം. 13 കൊല്ലായിട്ട് നിങ്ങ നോക്കിയ പെണ്ണിനെ ഈ ചങ്ങായി വെറും 13 സെക്കൻഡ് കൊണ്ട് അടിച്ചെടുത്ത്. അത് കേട്ടതും ചക്ക വെട്ടിട്ട പോലെ നിങ്ങ വീണ്. നിങ്ങ എണീക്കോ ഇല്ലയോന്ന് നോക്കി നിൽക്കേ ഞങ്ങ. കിട്ടിയാ? കിട്ടിയാ? ബോധം വന്ന് കരഞ്ഞ്. മെമ്മറീസ് മൊത്തം മച്ചിലാന്ന് തോന്നുന്നു. എന്താ വെച്ചില്ല? പ്രിയമുള്ളവരെ, SR ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള ഉടൻ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പായി അല്പസമയം മുമ്പ് നടന്ന ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിന്റെ വിജയികൾക്കായുള്ള സമ്മാനദാനം. ഫസ്റ്റ് പ്രൈസ് ചന്ദ്രിക രവീന്ദ്രൻ. ചന്ദ്രിക രവീന്ദ്രൻ. പാട്ടുകാരി പെണ്ണേ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? വർഷങ്ങളായിട്ട് ഈ കൈവളയിൽ അല്ലെങ്കിൽ കൈത്തണ്ടയിൽ കൊണ്ടുനടന്ന പെണ്ണിനെയാന്ന് നീ ബിബീഷൻ. അത് ശരി. ഇത് ഇയാൾ ഇത്രയും കാലമായിട്ട് ഓളോട് പറഞ്ഞോ? ഇപ്പൊ എന്നെ ലൈക്ക് ചെയ്യുന്ന പറയുമ്പോ കണ്ണടിയല്ലത്. അബേട്ടാ അതെന്താ പറയാൻ ചെയ്? 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫ് ഡേ ഓളെന്ന് 5 പേജില് അവസാനത്തെ പേജിൽ ഓൾ ആദ്യമായി കുറിച്ചു. MA പഠിച്ചാലും PA പഠിച്ചാലും എന്നെ മറക്കരുത്. അയ്യേ അലമ്പ് ഫ്ലാഷ് ബാക്ക്. അവലെ അബേറിനുള്ളു ഓർക്കട്ടെ. കണ്ടിന്യൂ. എന്നിട്ട് താഴെ ഓൾ എഴുതി, എന്നും അഭിഹേട്ടന്റെ. റൊമാൻറ്റിക്. എന്നിട്ട് നീണ്ട 13 വർഷം ഞങ്ങൾ പരസ്പരം ഒന്നും മിണ്ടിയില്ല. സൈലന്റായി ഞാൻ ഓളെ പ്രണയിച്ചു. ഓളുടെ ഓരോ ചിരിയിലും ആ പഴയ പ്രണയം ഉണ്ടെന്ന് കരുതി സമയാവാൻ ഞാൻ കാത്തിരുന്നു. എന്റെ പ്രണയം ഈ നാട്ടിലെ നിങ്ങളൊഴികെ ഒരു പട്ടിക്കുഞ്ഞിന് പോലും അറിയില്ല. എന്തിന് എന്റെ പവിയോട്ടിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഓള് പോലും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ വൈകി പോലെ തോന്നുന്നു. ഞഞ്ഞായി. എന്നാലും കല്യാണമൊക്കെ ഇത്ര പെട്ടെന്ന്. അതെന്നാ അറിയാ, ഒരു ദിവസം ഞങ്ങൾ വിളിച്ചു തരാം. ഓളൊച്ചുണ്ട് ജനാർദ്ദനെ പോലെ. ആരി ഓളച്ചൻ. അങ്ങനെ ഓളെ വീട്ടിൽ പിടിച്ചു.
ചോദിച്ചാൽ പറഞ്ഞു എന്നെ മാത്രം കല്യാണം കഴിക്കുള്ളൂ. സ്വീറ്റ് ഗേൾ. കോളേജ് ടൈമോട്ട് എന്നെ അത്ര ഇഷ്ടം. ഓ, ആലോചിക്കുമ്പോ തന്നെ രോമാഞ്ചം വരുന്നു. എടാ ഇതടാ ഉണ്ട് മദർ പ്രോമിസ്. ബിബീഷേ, ഏ എന്താണ് തീരുമാനം? അഭിയേട്ടന് വേണ്ടി ഒരു ത്യാഗം? നോ, നെവർ. ആദ്യമായിട്ടൊന്നും ഒരു എന്നെ ഇഷ്ടമാന്ന് പറയുന്നു. ഫസ്റ്റ് ടൈം. അത് ഞാൻ വിളിക്കും. നിങ്ങൾ വേഗം വിട്ടോട്ടാ. അമ്മ എനിക്ക് മാത്രമേ ലഞ്ച് ഉണ്ടാക്കിയിട്ടു. അപ്പേട്ടാ, ക്ഷമിക്കാൻ പറ്റുമെന്ന് ക്ഷമിക്കാം. സ്പ്രെഡ് ലവ്. ഓ ലവല്ല, ഹേറ്റ് ആണ് സ്പ്രെഡ് ചെയ്യുന്നത്. നായി. സമാധാനിപ്പിക്കും. അബേട്ടാ, എല്ലാം ശരിയാവും. നിങ്ങൾക്ക് യോഗമില്ല എന്ന് വിചാരിച്ചാൽ മതി. എങ്കിലും ചന്ദ്രിക എന്നോട് നിങ്ങൾക്ക് അത്ര വിഷമാണെങ്കിൽ അഭിയേട്ടാ, നമുക്കിതങ്ങ് മുടക്കിയാലോ? കോസ്റ്റ്യൂമിലല്ല, പെർഫോമൻസിലാണ് കാര്യം. കണ്ടോ? വെയിറ്റർ, ചോദിക്കേ. എന്ത് ചോദിക്കാൻ? ആ, താൻ ചോദിച്ചാലേ എനിക്ക് ഡയലോഗ് പറയാൻ പറ്റൂ. എന്ത് വേണം ചോദിക്കേ. ഓ അതെയാ, എന്താ വേണ്ടേ സാർ? ആ, 2 പഴംപൊരിയും ഒരു ചായയും. 2 പഴംപൊരി ചായ. ഓ, 2 പഴംപൊരി ഒരു ചായ. എന്നെ അനുഗ്രഹിക്കണം. പിന്നെ ഓ, 2 പൊറോട്ടേന്റെ കൂടെ ഉള്ള സാമ്പാർ പെട്ടെന്ന് വേണം. ആ, ഇനി സപ്ലൈർ വഴിയിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ആണോ ആളുടെ പ്ലാൻ? ഒന്നും പറയാൻ പറ്റില്ല. ശംഭു മഹാദേവൻ ഈസ് ആൻ അൺപ്രഡിക്റ്റബിൾ ആക്ടർ. ഐ സി. ഇതാണ് സ്ട്രാറ്റജിക്കൽ ഓപ്പറേഷൻ. ഇതെന്താണ് സ്ക്രിപ്റ്റിലില്ലാത്ത പുതിയൊരു സീൻ? ഓൻ കൈ നിട്ടതായിരിക്കും. കിരണേ, പൊളിയൂ. വെയിറ്റ് ചെയ്യ്. ശംഭു മഹാദേവൻ വെറുതെ ഒന്നും ചെയ്യില്ല. സിറ്റുവേഷൻ ഓക്കെ ആന്ന് കയറി ചെന്ന് പറഞ്ഞാലാ? തിരക്കാക്കല്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ പരിസരമൊന്ന് ശ്രദ്ധിക്കണം. കൊളായി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പോവും. പിന്നെ സൊസൈറ്റി പവിത്രനില്ല. നീ ഒരു കാര്യം ചെയ്യ്, അതിൻ്റെ അകത്ത് പോയിട്ട് എന്തെല്ലാം നടക്കും നോക്കിയിട്ട് വാ. ഞാനാ? നീ എന്നെ പിന്നാലെ പോ. ഇല്ല, എനിക്ക് തോന്നിയാന്ന്. ഇല്ല ചന്ദ്രേട്ടാ, ഓടിക്കോ ഓടിക്കോ. എന്തിനാ? എന്തായി? നമ്മളെ പിള്ളേരകത്തുണ്ട്. അതെയാ? അപ്പൊ നകലേ എനക്കെങ്ങനെ അറിയില്ല. ഒരു ഹോർലിക്സ് നോട്ടടാ. അല്ല, ദേവി എന്തിനിപ്പോ കേട്ടേക്കൊന്നിനി? ആ കടയിലെ പുളിച്ച പഴംപൊരിയാണ് അവരുടെ ഫേവറേറ്റ്. എന്തായാലും ഒക്കെ നിന്നോട് ഭയങ്കര സ്നേഹമാണ് കേട്ടാ. എന്തേ? അല്ല, നിനക്ക് ഹോർലിക്സ് വാങ്ങിക്കുന്നുണ്ട്. ഹോർലിക്സ് എനക്കല്ല, കറക്കുന്ന മുഴുവൻ പാലിൽ ഒരു ഹോർലിക്സ് കലക്കിയാ കുടിക്കല്. ഞാൻ വെള്ളം ചേർത്തിട്ട് സൊസൈറ്റി കൊടുക്കും. അവരും കുടിക്കട്ടല്ല, അവർക്കും കുടിക്കാനില്ലേ? അല്ല, വെള്ളം കൂട്ടി റീഡിങ് വരൂലേ? ഞാനല്ലേ അതിന് റീഡിങ് അളക്കല്. നമ്മളിതിലില്ല. ഗാലറിയിലിരുന്ന് കളി കണ്ടാ മതി. ഗ്യാസിന് നമ്പർ കിട്ടീനാ? ഇല്ല. ആ, ഞാൻ തരാം. ഏമ്പക്കം കണ്ട നാച്ചുറൽ ആക്ടിങ്. ഇത്രയും വാരി വലിച്ചു പിടിഞ്ഞ ആർക്കാണേലും ഏമ്പക്കം വരും, സ്വാഭാവികം. അതിന് തന്നെയാണ് നാച്ചുറൽ ആക്ടിങ് പറയുന്നത്. 48. ആ, ഫോട്ടോ അകത്തിരിക്കട്ടെ. ദാ, അത്. കറക്റ്റ് അല്ലേ?
കറക്റ്റ് തന്നെ, പക്ഷേ ഒന്നും ചോദിച്ചില്ല. എന്തോ ചോദിക്കാൻ? ആരാ എന്താന്നൊക്കെ ചോദിച്ചാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. എന്നാന്ന്? എന്താ അല്ല, എനിക്ക് ഓനെ അത്ര പരിചയമൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്തു പറയാൻ പറ്റൂ. എന്നാ ആരാര്യങ്ങൾ പറയുന്നത്? പേര് ഓന്റെ പേര് ശബരീഷ്. അല്ല, അയ്യോ ബ്രിജേഷ്. ആ ഈ കാവുംചോലയിലെ അയ്യോ അതൊന്നുമല്ല. ആ കിട്ടി കിട്ടി, മുകേഷ്. മുകേഷ് ആരത്? അല്ല, അപ്പൊ അത് നിങ്ങളുടെ ആരുമല്ലേ? ആരുമല്ല. ദാ വരുന്നു. അയ്യോ മുകേഷ് ആരാന്നറാ? ഈ നാട്ടിൽ വന്നിട്ട് കള്ളനാ. എല്ലാം കൊളായില്ലേ? അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. എന്തായാലും തീരുമാനമായല്ലോ. എന്നാലും എന്റെ ശമ്പു ആടെ എന്താ കൂട്ടത്തല്ല. പ്ലാനല്ല പൊളിഞ്ഞില്ല. ഇനിയിപ്പോ എങ്ങനെ അങ്ങോട്ട് പോലും? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആടെ അടിയിടുന്നത്? ടെൻഷൻ ആവണ്ട. ചന്ദ്രേട്ടൻ അച്ഛനെ കാണാൻ പോയിട്ടുണ്ടല്ലോ. വരട്ടെ. ഇന്നില്ലേ ഹോട്ടലിൽ അടി നടന്നിന്, അതുകൊണ്ടാ കാണാൻ പറ്റാ. ഞാൻ ഓനവിടെ ചൊറയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഓൻ എന്തോ പ്രീ വെഡിങ് ഷൂട്ട് നടത്തണോലോ, അതും നാളെ തന്നെ. പ്രീ വെഡിങ്ങാ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഓൻ ആരാ ഇതൊക്കെ തീരുമാനിക്കാൻ? അല്ല, നിങ്ങപ്പോ എന്തെങ്കിലും പ്രശ്നമാക്കി കഴിഞ്ഞാൽ ഇത് അച്ഛനറിയും. അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് വാശി കൂടി ഇന്ന് തന്നെ കല്യാണം കഴിപ്പിക്കില്ലേ? അതുകൊണ്ട് ഞാൻ അതിന് നിന്നു കൊടുക്കണമെന്നാ നിങ്ങൾ പറയുന്ന? എന്നല്ല, പിന്നെ നിന്നു കൊടുക്ക്. ഫോട്ടോ എടുക്കട്ടെ, പക്ഷെ ഒറ്റൊരെണ്ണം പോലും പുറത്തു വരൂല. അത് ഞാൻ നോക്കിക്കോളാം, അല്ലേ? എന്തായി ചന്ദ്രേട്ടാ? ഒന്നും നടക്കൂലടോ. അയാള് കല്യാണം നേരത്തെ ആക്കുന്ന പറഞ്ഞേ. ഒരു 2 മാസത്തിലുണ്ടാവും. പവിയേട്ടാ, ഇനിയിപ്പോ അല്ല, നിങ്ങൾ പേടിക്കണ്ട. നമ്മ എന്താണെന്നൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ വിളിക്കാം. നിങ്ങളെ വിശ്വസിച്ചിട്ടാന്നേ നമ്മ ഇത് മുടക്കും. അതെന്റെ വാക്കാണ്. അല്ല, നീ എങ്ങനെ കല്യാണം മുടക്കുന്ന ഉറപ്പ് കൊടുത്തേ? നിങ്ങളെ കണ്ടിട്ട് പവേ, എൻ്റെ കയ്യിൽ കൊനഷ്ടൊന്നുമില്ല. നിങ്ങളാകുമ്പോൾ എന്തെങ്കിലും കിട്ടും, ആലോചിക്ക്. അല്ല, അയാളെന്തിനാ കല്യാണം നേരത്തെ നടത്തുന്നത്? അയാളെ ആരെല്ലോ വിളിച്ചിട്ട് മുടക്കാൻ നോക്കുന്നുണ്ടല്ലോ. ഞാനുണ്ടായാലും അതിന് 3-4 കോള്. വേറെ ആരായി കല്യാണം മുടക്കാൻ നോക്കുന്നത്? മിസ്റ്റർ രവി, ഒരു പെൺകുട്ടിയുടെ ഭാവിനെ ഓർത്താണ് ഞങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഫോൺ കട്ട് ചെയ്തതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് പറയാനുള്ള സത്യങ്ങൾ ഇല്ലാതാവുന്നില്ല. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം, പ്ലീസ്. കേൾക്കാന്ന് പറഞ്ഞു. മിസ്റ്റർ രവി, ബിബീഷ് ബാലൻ എന്ന നീചനും സ്ത്രീലമ്പടനും അക്രമകാരിയും സർവോപരി മയക്കുമരുന്നിന് അടിമയുമായ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടെത്തിയതെന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ്. നീലച്ചടയനടിച്ച് നീലാകാശത്ത് പാറി നീലചിത്രങ്ങൾ കണ്ട് നിലാവിൽ സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു നികൃഷ്ട ജീവിക്ക് താൻ താലോലിച്ചു വളർത്തിയ സ്വന്തം മകളെ കൈപിടിച്ചേൽപ്പിക്കാൻ മാത്രം ക്രൂരനാണോ രവീന്ദ്ര ഹോട്ടൽ മുതലാളി മിസ്റ്റർ രവീന്ദ്ര തൈക്കാട്ടിൽ? എന്തോ ഡയലോഗാന്നറ. അല്ല, ഈ കല്യാണം മുടക്കുന്നോണ്ട് നിങ്ങൾക്കെന്നാ ലാഭം? ലാഭം നിങ്ങൾ ഞെട്ടിപ്പൊട്ടാൻ പോകുന്ന ഒരു വലിയ സത്യമാണ് ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. പറയ്, ഞാൻ ഞെട്ടട്ടെ.
മംഗലാപുരം കേന്ദ്രീകരിച്ച് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെക്സ് മാഫിയയിലെ അംഗമാണ് ഈ പറഞ്ഞ ബിബീഷ് ബാലൻ. മംഗലാപുരം നോർത്ത് സ്റ്റേഷനിലെ കുന്നുകൂടി കിടക്കുന്ന അനേകം കേസുകളിൽ ഈ ബിബീഷ് ബാലന് പങ്കുണ്ട്. കഴിഞ്ഞ അടുത്തത് ടെൻഷൻ ഉണ്ടോ മുത്തേ? എന്നെ ചന്ദ്രിക എന്ന് വിളിച്ചാൽ മതി. ഞാൻ വിളിക്കുന്നത് ഏത് കണാപ്പനാണെങ്കിലും എന്റെ പേര് വിളിച്ചാൽ മതി. കറക്റ്റ്. മിസ്റ്റർ ഭൂപേഷ് പെട്ടെന്നാവട്ടെ. ബിബീഷേ, ഞാനിവിടെ പപ്പടം കാച്ചല്ലേ ഇന്ന്. ഇത് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അല്ല കുട്ടി വറീടാവുന്നു. ഈ ഒരു കാര്യം ഇല്ലേ, ഓന്റെ വീട്ടിലത്തെ കടിച്ച് കയറ്റി കൊടുക്കും. കരിയട്ടെ. അല്ല ഈ വെയിലടിച്ചിട്ടേ മുഖത്തിന്റെ സ്വാഭാവികത ലക്ഷം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ഇത്. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കേ വേണ്ട. വേണ്ട? നമ്മ ഇത് അടിച്ച് വെളുപ്പിച്ചാളി ഫോട്ടോഷോപ്പ് എഡിറ്റിംഗ്. ഭൂപേഷ് കുമാർ ഫോട്ടോഗ്രാഫി ഒന്നൊന്നര സംഭവനടാ. യെസ്. പിന്നെ അല്ലാണ്ട് സന്തോഷിനല്ലേ ഏട്ടന്റെ ഗുരു. അതെയാ മൂപ്പര് കല്യാണം എവിടെയാന്നു? അല്ലടോ, ഓനെ കാറ്ററിംഗിന്റെ പണിയാ. ഓ ഐ സി. നീ അധികം വർത്താനാക്കാണ്ട് ലൈറ്റ് ഒന്ന് പിടിച്ചോളൂ. റിലാക്സ് ചെയ്തോ? ഒന്ന് നേരുന്ന മക്കളെ ആ കയ്യൊന്ന് അടുപ്പിച്ചേ. ഇങ്ങനെ ചിരിച്ചേ. ഒന്ന് ചിരിച്ച മോളെ. ചിരിക്കൂലേ? ചിരിക്കാല്ലേ മോളെ പറഞ്ഞു. നീ ചിരിക്കപ്പാ. ചിരിക്കോളെ. നീ എത്ര ചിരിക്കണ്ട. അബിയേട്ടാ അമലെ ഒരു മുറുക്കാനും കൂടെ എടുത്തോളൂ. അഭിയേട്ടനൊന്ന് മുറുക്കി ചവക്കട്ടെ. മൊത്തത്തിൽ ഈ ചന്ദ്രോത്സവം സെറ്റപ്പ് എന്തിനായിരുന്നു? എടാ ഒരു സിനിമാറ്റിക് അപ്രോച്ചാണ്. അഭിയേട്ടന്റെ ഈ ട്രാജഡി കണ്ടിട്ട് വേണം ചന്ദ്രികയുടെ മനസ്സറിയാൻ. എന്റെ അഭിയേട്ട എന്നും പറഞ്ഞ അവൾ ഇങ്ങോട്ട് ഓടി വരണം. അതിനോളും കൂടി നോക്കുന്നും കൂടില്ല. ഓൻ്റെ ഓരോ വെകിട് പരിപാടി. എൻ്റെ കിരണെ സ്വന്തമായിട്ട് എന്തേലും ഒന്ന് ചെയ്. ഒഞ്ഞു പോടാളുന്നു. അഭിയേട്ട ലാസ്റ്റ് റിഹേഴ്സൽ. ഓക്കെ ഓക്കെ. തവളപ്രക്കാടി എന്ന ഇരട്ട പേര് ആര് വിളിച്ചാലും കൊഞ്ഞനം കാട്ടി അറിയാവുന്ന 4 തെറി വിളിക്കുന്നവൾ. തവളപ്രക്കാട്ടിയല്ല, തവളക്കണ്ണി. പിന്നെ മറ്റേ ജസ്റ്റർ മാറിപ്പോ ഇതല്ല മറ്റത്. കുറച്ചുകൂടി ഇമോഷൻസ് വരട്ടെ അഭിയേട്ടാ. കമോൺ ഇമോഷൻസ്. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. നിങ്ങളെ പ്രായത്തിനോർത്തിട്ടായിരിക്കും. ഓണാഘോഷം കാണാൻ പോയപ്പോൾ കണ്ണിൽ തമ്മിൽ നോക്കിയിരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ മാറ്റച്ചുരുക ചോദിച്ചപ്പോൾ മറന്നുപോയവൾ. എന്ത് അഭിയേട്ട പടം മാറി. ഓ സോറി അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. എങ്കിലും ചന്ദ്രികയെ നമ്മൾ കാണും. സങ്കല്പലോകമല്ല ഈ ഉലകം. അമ്മലേ അഭിയേട്ടൻ കഴിയുന്നുണ്ടോ? നമ്മൾ പൊളിക്കുന്നത്. നേരത്തെ തുടങ്ങിയാന്ന്. അതിന് നമ്മൾ സിനിമ കാണാനൊന്നുമല്ലോ പോകുന്നത്. വാങ്ങി ഈ ഫോട്ടോഗ്രാഫർ ആരാ നോക്കി നോക്കണേ? ഫോട്ടോ എല്ലാം പിടിച്ച് മേടിച്ച് വെക്കേണ്ടതാണ്. ആരാധാര ഭൂപേഷല്ലേ? ഫോട്ടോ പറഞ്ഞാ പറ്റും. ചന്ദ്രികേ ബിബീഷേ കല്യാണം കഴിക്കാൻ പോകുന്നല്ലേ രണ്ടാളും? ഒന്ന് നൈസായിട്ട് ചിരിച്ചാൻ ദാനെ പോലെ പിടിച്ചോ മുടുക്കൻ. അത് വേണ്ട കുട്ടി അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ഷോട്ട്. ഓ ഷിറ്റ്. നീ ആ ബിന്ദുവിന്റെ ചെക്കനല്ലേ? യെസ് അതെ. ഓ ദേ പിന്നെ ദേവേച്ചി ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഏതോ പെണ്ണിനെ കൊണ്ട് വന്നാന്ന് അത് കണ്ടുവാ. മോനെ എടാ ദേവിയില്ലത് ആരാന്ന് ഇപ്പത്ര? ദൈവമേ, ഓളെ കൊണ്ട് ഇന്നെങ്കിലും നിനക്ക് ഉപകാരം ഉണ്ടാവുക. ഇത് മുടക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് കല്യാണം കഴിപ്പിച്ചേനെ. ഇത് ഓളോട് എന്താ കൊനസ്റ്റ് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കാര്യമില്ലല്ലോ. ഓളല്ലല്ലോ, ഓളെ അച്ഛനല്ലേ കേൾക്കേണ്ടത്. പക്ഷെ അവള് ചിരിച്ചോട്ടാ പറയുന്നേട്ടാ. എന്നാ കൊനസ്റ്റ് തന്നെ. ഇത് രവിയേട്ട മോള് ചന്ദ്രിക ഏനായിട്ട് ഹോട്ടൽ നടത്തുന്നേ. തീരെ ചെറുപ്പത്തിനോളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെയാ? നിങ്ങെന്താ രണ്ടാളൂടെ ഷൂട്ടിങ്ങിന് അച്ഛൻ വന്നതാ? നോ ആന്റി, നമ്മളെ വെഡിങ് ആണ്. എന്റെ പൂമാല പോതി ഞാൻ കേൾക്കുന്ന വെഡിങ്ങാ. എടാ മൂക്കളെ മാറാത്ത നിനക്കെന്താ വെഡിങ്? എന്നാ വർഷം? എനിക്ക് പ്രായമായി. വൈ നോട്ട്? നിന്റെ ശ്വാസം മുട്ടലൊക്കെ മാറിയടാ. ഓ മൈ ഗുഡ്നസ്. നീ അപ്പളും മെലിച്ചു കിടക്കലെന്ന് നിന്റെ അമ്മ പറയലുണ്ടല്ലോ. ചന്ദ്രിക ഉദ്ദേശിച്ച വലിയല്ലത്. അല്ല ചന്ദ്രിക ഉദ്ദേശിച്ച വലിയ തന്നെ. പക്ഷെ ഞാൻ നിർത്തി. ഐ ക്വിറ്റ്. പെരുമ്പപ്പുഴയ്ക്കപ്പുറം ലോകം കാണാത്തൊരു പെണ്ണിനെ വളയ്ക്കാനുള്ള വിദ്യ ബിബീഷ് ബാലന് അറിയാം. ഓളും മംഗലാപുരത്തൊക്കെ പഠിച്ചാ ചങ്ങായി. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. എനക്ക്
ഇങ്ങോട്ട് വന്നേ. അമ്മ അപ്പുറത്തെങ്ങാനും കൂട്ടിട്ട് പോയാ ഓരോ വാക്കും കേട്ടിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു. ഡയലോഗ് ഛർദിക്കുന്നവർക്ക് അത്ര പ്രതീക്ഷ. ബ്യൂട്ടി അങ്ങ് പോയി. പോട്ടെ. വർത്തമാനം കഴിഞ്ഞില്ലേ റെഡി? അപ്പൊ ഓരോ സൂക്കറാണ്. എടേ. ഓനെ നല്ലോണം നോക്കണട്ടാ. സുഖമില്ലാത്ത കുഞ്ഞാന്ന്. ആ മംഗലം കഴിഞ്ഞാലെങ്കിലും ഓന്റെ സൂക്കേട് മാറി കിട്ടിയാ മതിയായിരുന്നു. ഏ ലേഡി, നിങ്ങൾ എന്തെല്ലോ കൊള്ളിച്ചോറിന്ന് കൊള്ളിച്ചറിയുന്ന ഈ പെണ്ണ് എന്ത് പുലരെ വന്നല്ലേ പുലർത്തിട്ട് പോകോ? അല്ല ഈ പരിപാടി വൈകുന്നേരം വരെ ഉണ്ടാവുക. ആ ഉണ്ടാവും, കൊറേ പേരുണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല, ഇതിപ്പോ നിർത്തും. ഇപ്പൊ നിർത്തുവാ? എടുക്ക്. ഓന് വേണ്ടിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ചന്ദ്രികയെ ഉപേക്ഷട്ട് എത്ര സമയമുള്ള പറയുന്നത്? ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് ചെയ്തൂടെ മോളെ? നീ നിന്റെ പണി നോക്ക്. ഒരു മിനിറ്റടാ. 60 seconds. പിന്നെ ഇതെല്ലാം എന്റെ പണി. ഞാനേ ക്യാമറ സെറ്റാക്കി വെക്കും. നീ ഓളറിയാണ്ട് ഓടത്ത് പോയിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുക്കണം. ഞാനാ? ഞാൻ കൊടുക്കടാ. ഞാൻ കാൻഡിഡേറ്റ് അത് ക്ലിക്ക് ചെയ്യും. എടാ ഉപേക്ഷട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും പറയിട്ട് പോകണം. അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും. റിസൾട്ട് കിട്ടോ? ആ പിന്നെ അത് മതി. ഓടാ അനുഗ്രഹിക്കണം. നന്നായി വരും. All the best. റെഡി? ഒന്നൊന്നര ക്ലിക്കായിരിക്കും. Ready അല്ലേ? ചന്ദ്രിക ഒന്നും തിരിയുന്നില്ല. പോവാനും പറ്റില്ല, നമ്മള് സാധനം ഉണ്ടല്ലോ. നല്ലോണം കൊടുത്തൂല്ലേ? ആ പാവോ, കൊടുത്തത് കുറഞ്ഞു പോയി. അല്ല ഇത് എന്റെ വീട്ടിലറിഞ്ഞ പ്രശ്നാവോ? എന്റെ വീട്ടില് ഞാൻ പറയൂല. ഓന് നാണക്കേടല്ലേ, ഓനും പറയൂല. ഇപ്പൊ 2 വീട്ടിലും അറിഞ്ഞിട്ടുണ്ടാവും. അതെന്തേ? എന്റെ ഇളയമേനെ കാണുന്നില്ല. നിങ്ങന്ന് ദേവിച്ചി പറയുന്നത് നിങ്ങക്ക് തോന്നിയതായിരിക്കും. അയ്യോ ഞാനെന്തിനാ നിന്നോട് ഇല്ലാത്ത പറയുന്നത്? നിന്റെ ചെക്കൻ എന്തെങ്കിലും അത്യാവശ്യം വന്നാലേ എനക്കും വിഷമില്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടാവൂലല്ലോ. ഓന്റെ കയ്യിലുണ്ട് കുരുത്തക്കേട്. എന്തെന്ന്? ഇക്കണ്ട ജനം നോക്കി നിക്കുമ്പോ ഓനെന്തിനോളം ഉമ്മ വെച്ചടി? ജനങ്ങളിലുണ്ടായി. ജനങ്ങളെന്ന് പറഞ്ഞാല് ഒരു ചങ്ങായിമാരല്ലേ. ഇങ്ങോട്ട് വരട്ട് നായി. കല്യാണത്തിന് മുന്നേ അടി വാങ്ങിട്ട്. അതന്നെയാണ് ഞാനും പറയുന്നത്. അതന്നെയാന്ന് ഞാനും പറയുന്നത്. ഒരു ഉമ്മ നോക്കാൻ പോയതിന് അതും ഇഷ്ടാന്ന് ഇങ്ങോട്ട് പറഞ്ഞൊരു പെണ്ണ് അടിക്കുക. മൊത്തത്തിൽ ഞാൻ ശ്രദ്ധിച്ചിനി ഓക്കൊരു താല്പര്യക്കുറവ്. She's sad man. ഞാൻ ദുബായി പോകുന്നതിന്റെ വിഷപ്പാ നോക്ക്. അതുകൊണ്ടായിരിക്കല്ലോ മുഖത്ത് നോക്കി യാത്രയായി പോന്ന് അല്ലേ? സത്യം പറയൂ പക്ഷേ ഇതിലെന്തോ ഉടായിപ്പുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഫോട്ടോഷൂട്ടിനെല്ലാം റെഡി ആയി വന്നിട്ട് ഓള് നിന്റെ മുഖത്തടിക്കാന്നൊക്കെ പറഞ്ഞ എന്റെ മുഖത്തല്ല അടിച്ചിനി. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? അയ്യോ ചോര കുടിയുന്നുണ്ടോ? ചോര പൊടിയുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് പഴുത്ത് വീങ്ങി അത്ര ഉള്ളു.